ഫംഗ്ഷൻസിനെല്ലാം പോകുമ്പോൾ കണ്ടിട്ടില്ലേ, നോൺ വെജ് കറികളുടെ ഇടയിൽ അതിനേക്കാളും രുചിയോടെ ഒരു വെജിറ്റബിൾ കുറുമ. ആ വെജിറ്റബിൾ കുറുമ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇത് വളരെ എളുപ്പത്തിൽ കുക്കറിൽ ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ്. ഇത് എല്ലാറ്റിൻ്റെയും കൂടെ ബെസ്റ്റ് കോംബോ ആണ്. ഞാനിവിടെ ഇടിയപ്പത്തിൻ്റെ കൂടെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് ഉരുളക്കിഴങ്ങ്, പിന്നെ കുറച്ച് ബീൻസ്, കുറച്ച് ഗ്രീൻ പീസ് വേവിച്ചത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് സവാള നീളത്തിലരിഞ്ഞത്, കുറച്ച് ക്യാരറ്റ്, കുറച്ച് നാളികേരം, പിന്നെ ഒരു 10 അണ്ടിപ്പരിപ്പ് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, പെരിഞ്ജീരകം, അത് കഴിഞ്ഞാൽ കുറച്ച് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും. നമുക്കിനി കുറുമ ഉണ്ടാക്കാം. അതിനായി കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 1 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, 3 പച്ചമുളക് അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. ഒരു 3-4 ചുവന്ന മുളക് കൂടി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കരിഞ്ഞു പോവാതിരിക്കാൻ തീ വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് നന്നായി വഴന്നു വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പച്ചക്കറികൾ ഓരോന്നായി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 ചെറിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അത് കഷ്ണങ്ങളായി മുറിച്ചത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 4-5 ബീൻസ് കഷ്ണങ്ങളാക്കി മുറിച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഇനി നമുക്ക് ക്യാരറ്റാണ് ചേർക്കാനുള്ളത്. ഇവിടെ ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും പച്ചക്കറികളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമ്മളിതിലേക്ക് തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊന്നും ചേർക്കാറില്ല. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം. പിന്നെ ഞാനിവിടെ 1 കപ്പ് ഗ്രീൻ പീസ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് തനിയെ വേവിച്ച് വെച്ചിരുന്നു. അതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടിയുടെ പച്ചമണം ഒന്ന് മാറുന്നതിനായി നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം. പിന്നെ നമുക്കിവിടെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളമാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പച്ചക്കറികളെല്ലാം മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് കുക്കർ അടച്ചു വെച്ച് 1 വിസിലിൽ വേവിച്ചെടുക്കാം. 1 വിസിലിന് ശേഷം കുക്കർ തുറന്നു നോക്കിയപ്പോൾ പച്ചക്കറികളെല്ലാം വെന്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും വെന്ത് ഉടഞ്ഞു പോയിട്ടുമില്ല. ഇനി നമുക്കിതിലേക്ക് ഒരു 3/4 കപ്പ് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങയിൽ ഒരു 10 കശുവണ്ടി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് ഓപ്ഷണലാണ്. അതില്ലെങ്കിലും നമുക്ക് നാളികേരം മാത്രം ചേർത്തും ഈ കറി ഉണ്ടാക്കാവുന്നതാണ്. അണ്ടിപ്പരിപ്പ് ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഞാനിവിടെ 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൺസിസ്റ്റൻസിയിൽ എടുക്കാം. നിങ്ങൾക്ക് നല്ല കുറുകിയിരിക്കുന്ന കറിയാണ് ഇഷ്ടമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കണ്ട. ഞാൻ പിന്നെ ഇവിടെ ചേർത്തിട്ടുള്ളത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ തന്നെ നമ്മുടെ വെജ് കുറുമ ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് അതിൻ്റെ മുകളിൽ വിതറാൻ കുറച്ച് മല്ലിയില. അതുകൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ വെജ് കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിലൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഡിഷാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ റെസിപ്പി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്കും ഇത് വളരെ ഇഷ്ടമാകും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലുള്ള നല്ല റെസിപ്പികൾക്കായി ഞങ്ങളെ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.